ടാക്സി ഡ്രൈവറായി ഉച്ചയ്ക്ക് പോകുന്നതിൻ്റെതാണ് ഇപ്പോൾ കാണുന്നത്. രാവിലത്തെ ഞാൻ കാണിച്ചില്ല, ഇതിപ്പോൾ ഉച്ചയ്ക്കാണ് പോകുന്നത്. നമ്മൾ വണ്ടികളൊക്കെ ഞാൻ ഷോപ്പിൽ കൊടുത്ത് സ്പെഷ്യൽ ലൈസൊക്കെ ആ വീഡിയോയ്ക്ക് ശേഷം എനിക്ക് ഫുഡ് കയറിക്കോളൂ സാർ, കയറിക്കോളൂ. പാസഞ്ചേഴ്സ് ഡ്രൈവേഴ്സാണ് ഓട്ടിക്കണമെങ്കിൽ ബാക്ക് സീറ്റിലല്ലേ കയറത്തുള്ളൂ. ഓക്കെ, പ്രവീൺ പുള്ളിക്കാരനെ ഫുട്ബോളിനത് ഉണ്ടാക്കിയത്. ദാറ്റ്സ് വൈ പ്രവീൺ സ്പീഡിലൊക്കെ പോകുന്നത്. തിരി. ഓക്കെ, ഇവിടെ എങ്ങോട്ടാക്കണം സാർ? ഓ, ഞാൻ പറയാം, ഞങ്ങൾ ആ ഹോസ്പിറ്റലിലേക്ക് ആക്കിയാൽ മതി. എന്നിട്ട് തിരിച്ച് ഞാൻ പറയുന്ന ലൊക്കേഷനിലേക്ക് പോകാം. ഓക്കെ സാർ, ഓക്കെ സാറോട് വണ്ടി തിരിച്ചിടാൻ. ഈ ഗ്ലാസ് മാറ്റണം ഗൈസ്. ഗ്ലാസ് അത് ബ്ലാക്ക് അടിക്കാൻ പറഞ്ഞിട്ട് അത് വൈറ്റ് ആയിട്ട് അത് ഫുള്ളായിട്ട് മാറ്റാൻ പറ്റുന്നത്. പെയിൻറ്റ് ഒരു കളർ ഇത് മാറ്റാൻ പറ്റുന്ന പറഞ്ഞു ഫുള്ളായി മാറ്റണം. പക്ഷെ ഇവിടെ പറ്റൂലെന്ന് തോന്നുന്നു. ഓക്കെ, ഇറങ്ങിക്കോളൂ സാർ. ആ ഓക്കെ സാർ, അയാൾ ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വണ്ടി ഗ്യാരേജ് കൊണ്ട് പാർക്ക് ചെയ്യുന്നു. അത് കയറുവാണെങ്കിൽ നല്ല സംശയമുണ്ട്. ഓക്കെ, യോ ആ സാധനം പോയി എന്നാ ഫ്രണ്ടിലോട്ട് എടുത്തിടാം ഗൈസ്. സാധാ പറ്റത്തുള്ളൂ. ഓക്കെ, ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ എടുത്തിടാം. ഓക്കെ, ഇതിന് പകുതി പോകത്തുള്ളൂ. കേറ്റട്ടെ. ഓ, ഇവിടെ വെച്ച് വണ്ടി എടുക്കാൻ പറ്റുമല്ലേ? ഇവിടെ വെച്ച് കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം ഗൈസ്. അപ്പോഴത്തേക്ക് അയാൾ വിളിച്ചോളൂ. ഗൈസ് കഴിഞ്ഞു എന്ന് പറഞ്ഞു. ഇനി നമുക്ക് എന്തായാലും വണ്ടി എടുത്ത് അങ്ങോട്ടിടാം. ആളിപ്പം വണ്ടി എടുക്കാൻ പറഞ്ഞു പറഞ്ഞു. ഓക്കെ, അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം ഗൈസ്. ഞാൻ ഇന്നോവയ്ക്ക് വേണ്ടി ഈ ടാക്സി ഡ്രൈവർ ജോലിക്ക് വേണ്ടി, ഇല്ലെങ്കിൽ എൻ്റെ എന്താ പറയുക, ഒരു സിമ്മിൽ തന്നെ റിലേറ്റീവ്സും എല്ലാം കൂടെ കിടന്ന് മിക്സ് ആയിരിക്കും. ഓക്കെ, ശാല കയറിയിട്ടുണ്ട്. ഇനി എങ്ങോട്ടുണ്ട് ആക്കണമെന്ന് എനിക്കറിയാം. നിങ്ങൾക്ക് മറ്റേ സിറ്റി അറിയാം, ഏത് നമ്മുടെ ഒരു വലിയ ബില്യണർ സിറ്റി, എന്തോന്ന് VIP ഒക്കെ താമസിക്കും. ഒന്നുമില്ല, എനിക്ക് കുഴപ്പമില്ല. ഇയാൾക്കാണ് കുഴപ്പം. കാശല്ലേ, അത് 2 ഡബിൾ ഓട്ടമാണ്. പക്ഷെ അവിടെ നിന്നാണെങ്കിൽ കുറച്ച് കൂടിയ നൈസാണ്. ഇവിടെ പകുതി വഴി വെച്ചെന്താണ്. അപ്പം അതിൻ്റെ ഓട്ടോ വന്നിട്ടുണ്ട് ഇവിടെ. സാർ, പിന്നെ എന്തൊക്കെ പകുതി വന്നിട്ട് തന്നെ നോക്കിയാൽ? ഓ, അതെന്താ വെച്ചാൽ ഞാൻ എൻ്റെ സ്വന്തം വണ്ടിയിൽ വന്നു. അതൊന്ന് ബ്രേക്ക് ഡൗൺ ആയിപ്പോയി. അപ്പോൾ താങ്കൾക്ക് എൻ്റെ വണ്ടി ഒന്ന് ശരിയാക്കി തോന്നിട്ട് ആ ഗോഡൗണിലുണ്ട്. ഞാൻ കാണിച്ചു. ഓക്കെ സാർ, ഗൈസ് നമുക്കെന്തായാലും ഗോഡൗണിലേക്ക് പോകാം. ഏതാണെന്ന് പുള്ളിക്കാരൻ്റെ വണ്ടി. ഓക്കെ പോട്ട് ഓക്കെ അയ്യോ, വണ്ടി അങ്ങോട്ടാണുള്ളതെന്ന് തോന്നുന്നു. ഓക്കെ സാർ, കാണിച്ചു സാർ.
ഓ ഇതാണ് അയാളുടെ വണ്ടി ലെജൻഡ്. ഇത് കൊള്ളാലോ. ആൾക്കേ ഏത് ഏതുണ്ട് ഞാൻ പേര് പറഞ്ഞാലോ ഒരു മെക്ലാറിൻ ഉണ്ടെന്ന് പറഞ്ഞു. മെക്ലാറിനും ഇതാണ് അയാളുടെ വണ്ടി. പക്ഷെ മെക്ലാറിൻ അയാളുടെ വൈഫിൻ്റെ ഇതാണ് അയാളുടെ വണ്ടി ലെജൻഡ്. നമുക്ക് ശരിയാക്കി കൊടുക്കാം ഗൈസ്. അതിൻ്റെ വീഡിയോ ഞാൻ പിന്നെ ഇടാം ഗൈസ്. ആദ്യം നമുക്ക് ഈ ജോലിയിട്ടിടാം. ആള് കാണിച്ചു കഴിഞ്ഞിട്ട് ആളിപ്പോൾ തിരിച്ച് വണ്ടിയിൽ കയറി. നമുക്ക് ഇനി വണ്ടിയിൽ കയറിയിരിക്കാം. ഇനി ആളെ കൊണ്ടാക്കണം ഗൈസ്. അത്രയും ദൂരം ഞാൻ കടന്ന് പോയി കൊണ്ടാക്കണം ഗൈസ്. കൊണ്ടാക്കണം. 4 പേരെ വെച്ച് പോകണം. 4 ഓട്ടോ ഓടണം. ഷോർട്ട് കട്ട് എടുക്കാം ഗൈസ്. അപ്പോൾ പെട്ടെന്ന് ഉച്ചയ്ക്ക് 3 ഓട്ടോ ഓടിയിട്ട് വൈകുന്നേരത്ത് 4 ഓട്ടോ ഓടി. എന്തോ ഒരു ഓവർ സ്പീഡായി. ഞാൻ 262 km/h അല്ല അത്ര എന്തോ ഇതിലോ ഈ വഴി ചേർന്ന് പോയോ. ഈ ഒരിക്കരുതേ ഇങ്ങനെ കുറച്ച് സ്പീഡിൽ പോയോ. വീട് എവിടെയാണ്? എൻ്റെ വീട് വരുന്നത് ഇവിടെയാണ്, ഈ കാണുന്നത്. അയ്യോ ഇവിടെ കൊണ്ട് ബ്രേക്ക് ചെയ്യാൻ ഗൈസ്. ഓക്കെ ഇറങ്ങിക്കോളൂ സാർ, ഇറങ്ങിക്കോളൂ. ഓക്കെ ഇതാണ് അയാളുടെ വണ്ടി. ആള് കയറിപ്പോയി. പൈസയൊക്കെ തന്നു, കുറച്ച് കിട്ടി. വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കണം ഗൈസ്. ഓക്കെ ആദ്യമായിട്ട് ഇന്നോവയിൽ ബ്ലാക്ക് ടാക്സി ഉള്ളത് തോന്നുന്നു. പലരും വൈറ്റൊക്കെ ഞാൻ ആദ്യം കൊടുക്കണം. പക്ഷെ പിന്നെ എന്നെ ചെറിയ തിങ്സ് എനിക്കൊരു റിഗ്രറ്റ് അങ്ങനെ തോന്നുന്നു. ബ്ലൂ എടുത്താൽ മതിയോ. പക്ഷെ എന്നാലും ബ്ലാക്ക് വാങ്ങി. ഒരു വെറൈറ്റി ഇവിടെ ആരെങ്കിലും വിളിക്കണമെന്ന് ചുറ്റി നോക്കാം. ഇപ്പം നമുക്ക് 3 ഓട്ടോ ഓടാം. ഉച്ചയ്ക്ക് 3 ഓട്ടോ ഓടിയിട്ട് അല്ല ഉച്ചയ്ക്കൊരു 3 ഓട്ടോ. മാഡം വരുന്നോ? എനിക്ക് പോലീസ് സ്റ്റേഷൻ വരെ ഒന്ന് പോകുന്നു എന്ന്. ഓക്കെ കയറിക്കോളൂ. മാഡം പോലീസ് സ്റ്റേഷനിൽ പോയി പിന്നെ തിരിച്ചിങ്ങോട്ട് വരണം. പോലീസ് ഓഫീസർ കൊണ്ടുവിടാം. അയ്യോ ഞാൻ വൈകുന്നേരമാണ് അത് പറഞ്ഞ. ഉച്ചയ്ക്ക് എന്നെ ചെയ്യാൻ ചേച്ചി. ഉച്ചയ്ക്ക് ഇനി രാത്രി എപ്പോഴെങ്കിലും അപ്പോൾ ഒരു 4 ഓട്ടോ അപ്പോൾ ഒരു 4 ഓട്ടോ വഴി തെറ്റി. എയർപോർട്ടിന് അങ്ങോട്ടുള്ള വഴി തെറ്റിയില്ല. അങ്ങനെ കറങ്ങിപ്പോകാൻ പറ്റും. ഒരു എളുപ്പത്തിന് ഇങ്ങനെ പോകണ്ടേ. ഒക്കെ അയ്യോ ഇനി ഒരു ഓട്ടം കൂടെ ഓടാൻ ഗൈസ്. ഒരു ഓട്ടം കൂടെ. അത്ര രാത്രി ആൾക്കാർ കാണുന്നുണ്ട് അറിയത്തില്ല. ഓക്കെ അവിടെ കൊണ്ടാക്കണം ഗൈസ്. അയ്യോ ആൾക്കാരൊക്കെ കുറച്ച് നേരം ഉണ്ടല്ലോ ഇവിടെ. ഓക്കെ മാഡം മയങ്കോളൂ. ഓക്കെ സാർ അങ്ങോട്ട് പോയിട്ടുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ടെങ്കിലും ചേട്ടാ അങ്ങോട്ടേക്ക് പോകണം. എനിക്ക് വില്ലേജ് വരെ ഒന്ന് പോകാൻ. കയറിക്കോളൂ. ഇവരും മാഡം എങ്ങോട്ടെങ്കിലും പോകണോ? എനിക്കും വില്ലേജ് വരെ ഒന്ന് പോകണം. കയറിക്കോളൂ. ഗായ്സ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് 4 ഓട്ടം പക്ഷെ ഇവർക്കെന്തോ മീൻസ് ഇവരെ അത്ര പരിചയക്കാരല്ല. പക്ഷെ ഓട്ടോയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു ഓട്ടോ ഇതന്നെ ചിലപ്പോൾ അറിയാത്ത 2 പേർക്ക് ഒരുമിച്ച് ലിഫ്റ്റ് അതുപോലെ
പോട്ടെ. ഓക്കെ ഇവിടെയാണ് വില്ലേജ്. ഓക്കെ ബ്രേക്ക് പതുക്കെ. ഓക്കെ ഇറങ്ങിക്കോളൂ. ഓക്കെ അവന് കാശും തന്നെ പോയിട്ടുണ്ട്. ഓക്കെ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ടാണ്. ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഞാൻ 3 ഓട്ടം ഓടാമെന്ന് വിചാരിച്ചു. ഒരു വഴിക്ക് 2 വർഷം ഇങ്ങനെ കിട്ടിയ ഒരുമിച്ച് ഓട്ടം ഓടാം. അതാണ് എൻ്റെ അയ്യോ വണ്ടി തട്ടി. അതാണ് ഈ ഇന്ത്യയിലത്തെ വണ്ടിയുടെ ബിൽഡ് വണ്ടി. ഇവിടെ ഞാൻ എവിടെ കൊണ്ട് തട്ടിയാലും വണ്ടിക്കൊന്നും പറ്റത്തില്ല. പക്ഷെ ബമ്പർ ഇളകി പോകുന്ന വണ്ടിയാണെങ്കിൽ പറ്റും. ഈ ഇന്നോവയ്ക്കൊക്കെ ഒന്നും അത് എഫക്റ്റ് ചെയ്തിട്ടില്ല. ചിലപ്പോൾ ഗ്ലാസ് ഒട്ടും ഡോറൊക്കെ ബമ്പറൊന്നും ഇളകി പോകില്ല. ഈ എന്താ പറയുക സൂപ്പർ കാർസൊക്കെ ബുള്ളറ്റ് ബോണറ്റ് ബമ്പറില്ല ബമ്പർ അത്. ഓക്കെ ബുള്ളറ്റ് നൈസ്. ഓക്കെ അപ്പോൾ ഗൈസ് ഇത്രയുള്ള ഈ വീഡിയോ. ഇനി വൈകുന്നേരത്ത് വന്ന് ഞാൻ ഇടാം. അറിയത്തില്ല. അപ്പോൾ ഞാൻ പുതിയ വീഡിയോസൊക്കെ വന്നിട്ട് ഗുഡ് ബൈ ഗൈസ്.